ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദി സ്മാർട്ട് കൊമേഴ്സ് ചാനൽ ക്ലാസ്. ആദ്യം തന്നെ ഒരു അഭ്യർത്ഥന, ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഉപകാരപ്രദം തോന്നുമെങ്കിൽ മറ്റുള്ളവർ കൂടി പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളെ സംബന്ധിച്ച നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഹയർ പർച്ചേസ് അക്കൗണ്ട്സിലെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആണ് ഈ എപ്പിസോഡിൽ നാം പഠിക്കുന്നത്. ഹയർ പർച്ചേസ് അക്കൗണ്ട്സിൽ രണ്ട് കക്ഷികളാണുള്ളത്. ഒന്ന് ഹയർ പർച്ചേസർ, രണ്ട് ഹയർ വെൻഡർ. ആദ്യം ഹയർ പർച്ചേസറുടെ ബുക്സ് ആണ് നാം പഠിക്കുന്നത്. ഹയർ പർച്ചേസറുടെ ബുക്കിലെ ജേണൽ എൻട്രീസ് ആണ് ആദ്യം നാം പഠിക്കുന്നത്. ദി ഫസ്റ്റ് ജേണൽ എൻട്രി ഇൻ ദി ബുക്സ് ഓഫ് ദി ഹയർ പർച്ചേസർ ഈസ് when an asset is purchased on hire purchase system. The entry is asset account debtor to hire vendor. The reason is when an asset is purchased, asset comes in. So as per the rule, debit what comes in, the asset account is debit. And here the hire vendor is the giver of that asset. So as per the rule, credit the giver, the hire vendor account is credit. അസറ്റ് വാങ്ങുമ്പോഴത്തെ എൻട്രിയാണ് ആദ്യത്തേത്. അസറ്റ് വാങ്ങുമ്പോൾ അസറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും ഹയർ വെൻഡർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കാരണം അസറ്റ് വാങ്ങുമ്പോൾ അസറ്റ് വരുന്നു, അതുകൊണ്ട് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക എന്നുള്ള റൂൾ വെച്ച് അസറ്റിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ ഹയർ വെൻഡർ ആണ് ഈ അസറ്റ് നൽകുന്ന ആൾ. അപ്പോൾ നൽകുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള റൂൾ വെച്ച് ഹയർ വെൻഡറെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് വെച്ചാണ് ഈ എൻട്രി എഴുതുന്നത്. നൗ നമ്പർ 2, ഫോർ ഡൗൺ പേയ്മെൻറ്റ് ഓൺ ഡെലിവറി. ദി എൻട്രി ഈസ് ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ബിക്കോസ് വെൻ വി പേ ദി ഡൗൺ പേയ്മെൻറ്റ്, ദി ഹയർ വെൻഡർ ഈസ് ദി റിസീവർ ഓഫ് ദാറ്റ് ഡൗൺ പേയ്മെൻറ്റ്. So as per the rule, debit the receiver, hire vendor account is debit. Now when we pay cash, cash goes out from our bank account. Therefore, the cash account or bank account is credit. As per the rule, credit what goes out. ഡൗൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആദ്യ പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തെ എൻട്രിയാണ് രണ്ടാമത്തേത്. ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ പേയ്മെൻറ്റ് കിട്ടുന്നത് ഹയർ വെൻഡർക്കാണ്. അതുകൊണ്ട് കിട്ടുന്ന ആളിനെ ഡെബിറ്റ് ചെയ്യുക എന്നുള്ള റൂൾ വെച്ച് ഹയർ വെൻഡറെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ പക്കൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഹയർ പർച്ചേസറുടെ പക്കൽ നിന്ന് ക്യാഷ് പോകുന്നു. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിനെ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള റൂൾ വെച്ച്. നൗ ദി തേർഡ് എൻട്രി ഈസ് ഫോർ ദി ഇൻട്രസ്റ്റ് ഡ്യൂ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ദി എൻട്രി ഈസ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ. Interest is an expense and therefore interest account is debit as per the rule, debit all expenses. Now when the interest become due, it becomes due to the higher vendor and therefore the higher vendor account is credit. വർഷാവസാനം ഇൻട്രസ്റ്റ് കൊടുക്കാൻ ഡ്യൂ ആകുമ്പോഴത്തെ ഇൻട്രസ്റ്റ് കൊടുക്കാറാകുമ്പോഴത്തെ എൻട്രിയാണ് മൂന്നാമത്തേത്. ഇൻട്രസ്റ്റ് കൊടുക്കാറാകുമ്പോൾ ഇൻട്രസ്റ്റ് ഒരു എക്സ്പെൻസ് ആണ് എന്നതുകൊണ്ട് ചിലവുകളെ ഡെബിറ്റ് ചെയ്യുക എന്നുള്ള റൂൾ വെച്ച് ഇൻട്രസ്റ്റിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ഇത് ആർക്കാണ് കൊടുക്കാറാകുന്നത്, ആർക്കാണ് ഡ്യൂ ആകുന്നത്? ഹയർ വെൻഡർക്കാണ്. അതുകൊണ്ട് ഹയർ വെൻഡറിനെ ക്രെഡിറ്റും ചെയ്യുന്നു. നമ്പർ 4, ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് ദി ഇൻസ്റ്റാൾമെൻറ്റ്. ദി എൻട്രി ഈസ് ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ബിക്കോസ് വെൻ ദി ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് പെയ്ഡ്, ഹയർ വെൻഡർ ഈസ് ദി റിസീവർ ഓഫ് ദാറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. Therefore, as per the rule, debit the receiver, hire vendor account is debit. Now, when the installment is paid, cash goes out from the bank account. Therefore, the cash account or bank account is credit. ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോഴത്തെ എൻട്രിയാണ് അടുത്ത എൻട്രി. ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ അത് കിട്ടുന്നത് ഹയർ വെൻഡർക്ക് ആയതുകൊണ്ട് കിട്ടുന്ന ആളിനെ ഡെബിറ്റ് ചെയ്യുക എന്നുള്ള റൂൾ വെച്ച് ഹയർ വെൻഡറെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ പക്കൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഹയർ പർച്ചേസറുടെ പക്കൽ നിന്ന് ക്യാഷ് പോകുന്നത് കൊണ്ട് ക്യാഷ് അക്കൗണ്ടിനെ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു.
The next entry is for depreciation charge. The entry is depreciation account debtor to asset. Depreciation is an expense. Therefore, as per the rule, debit all expenses, depreciation account is debit. Now, when depreciation is charged, the value of the asset is decreased. Therefore, as per the rule, credit means decrease, the asset account is credit. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോഴത്തെ എൻട്രിയാണ് അടുത്തത്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആയതുകൊണ്ട് എക്സ്പെൻസുകളെ ഡെബിറ്റ് ചെയ്യുക എന്നുള്ള റൂൾ വെച്ച് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഏത് അസറ്റിനാണോ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ആ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നു. അതുകൊണ്ട് വാല്യൂ കുറയുമ്പോൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് മീൻസ് ഡിക്രീസ് എന്നുള്ള റൂൾ വെച്ച് ആ അസറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. Now the last entry is for transfer of interest and depreciation to profit and loss account. Interest and depreciation are expenses, therefore they are to be debit in the profit and loss account. They are to come on the debit side of the profit and loss account, and therefore the entry profit and loss account debtor to interest to depreciation. ഇൻട്രസ്റ്റ്, ഡിപ്രീസിയേഷൻ തുടങ്ങിയ ചിലവുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന എൻട്രിയാണ് അവസാനത്തെ എൻട്രി. ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും ചിലവുകളായതുകൊണ്ട് അവ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടത്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രീസിയേഷൻ എന്ന് എൻട്രി എഴുതുന്നത്. ഇനി ഈ രണ്ട് ട്രാൻസാക്ഷൻസിൽ ആദ്യ രണ്ട് ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് ഇയറിൽ മാത്രം നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ അസറ്റ് വാങ്ങുക, ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള ട്രാൻസാക്ഷൻസ് ആദ്യ വർഷം മാത്രം നടക്കുന്ന ഇടപാടുകളാണ്. അതുകൊണ്ട് ആ എൻട്രികൾ ഫസ്റ്റ് ഇയറിൽ മാത്രമേ വരികയുള്ളൂ. ഇനി മൂന്നാമത്തെ എൻട്രി മുതൽ, അതായത് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന എൻട്രി മുതൽ അടുത്ത വർഷങ്ങളിലും റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഹയർ പർച്ചേസറുടെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ടുകൾ നോക്കാം. ലെഡ്ജർ അക്കൗണ്ടുകൾ ചെയ്യുന്നതിന് ജേണലിൽ നിന്നുള്ള ട്രാൻസാക്ഷൻസ് നേരെ പോസ്റ്റ് ചെയ്താൽ മതി. എന്നാൽ പലപ്പോഴും ജേണൽ കൂടാതെ ലെഡ്ജർ അക്കൗണ്ടുകൾ മാത്രമാണ് ചോദിക്കുന്നത്. അപ്പോൾ ജേണൽ എഴുതണമെന്നില്ല. ജേണൽ എഴുതാതെ തന്നെ എളുപ്പത്തിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. ഹയർ പർച്ചേസറുടെ ബുക്കിൽ ആദ്യം വരുന്ന ലെഡ്ജർ അക്കൗണ്ട് അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ് അക്കൗണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അസറ്റിൻ്റെ വാല്യൂ ഡെബിറ്റ് ചെയ്യുന്നു, അസറ്റിൻ്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന കുറവുകളൊക്കെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആദ്യ വർഷം അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് ആ അസറ്റ് ഏത് വെൻഡറുടെ പക്കൽ നിന്നാണോ വാങ്ങിയത് ആ വെൻഡറുടെ പേര് വെച്ച് ഡെബിറ്റ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ അസറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവായതുകൊണ്ട് ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു, ബ്രോ ഡൗൺ ചെയ്യുന്നു. വീണ്ടും അടുത്ത വർഷം അസറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് ചെയ്യുന്നു. വീണ്ടും അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു, ബ്രോ ഡൗൺ ചെയ്യുന്നു. അതിനടുത്ത വർഷത്തെ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ അസറ്റ് അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി ഹയർ പർച്ചേസറുടെ ബുക്കിലെ രണ്ടാമത്തെ അക്കൗണ്ട് ഹയർ വെൻഡർ അക്കൗണ്ടാണ്. ഹയർ വെൻഡർ അക്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വെൻഡർക്ക് കൊടുക്കാനുള്ള എമൗണ്ടൊക്കെ ക്രെഡിറ്റ് ചെയ്യുന്നു, കൊടുക്കുന്ന എമൗണ്ടുകളൊക്കെ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആദ്യ വർഷം കൊടുക്കാനുള്ള എമൗണ്ട് അസറ്റിൻ്റെ ക്യാഷ് പ്രൈസും ആദ്യ വർഷത്തെ ഇൻട്രസ്റ്റുമാണ്. അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് അസറ്റിൻ്റെ പേരെഴുതി ക്രെഡിറ്റ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് എന്നെഴുതി ഇൻട്രസ്റ്റും ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി കൊടുക്കുന്ന എമൗണ്ടുകൾ ഡൗൺ പേയ്മെൻറ്റും ഇൻസ്റ്റാൾമെൻറ്റുമാണ്. അവ രണ്ടും ടു ബാങ്ക് എന്നെഴുതി ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു, ബാലൻസ് ക്യാരി ഡൗൺ, ബ്രോ ഡൗൺ. അടുത്ത വർഷം വീണ്ടും അടുത്ത വർഷത്തെ ഇൻട്രസ്റ്റ്, കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നു. വീണ്ടും കൊടുക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് ടു ബാങ്ക് എന്നെഴുതി ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വെൻഡറുടെ അക്കൗണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ അക്കൗണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ടാണ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓരോ വർഷവും കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് അത് ആർക്കാണോ കൊടുക്കാനുള്ളത് ആ വെൻഡറുടെ പേരെഴുതി ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇനി അടുത്ത അക്കൗണ്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ടാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്യുന്നു. അത് അസറ്റിൻ്റെ പേരെഴുതിയാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഇനി ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഹയർ വെൻഡറുടെ ബുക്ക് പഠിക്കാം.
ആദ്യം ഹയർ വെൻറ്ററുടെ ബുക്കിലെ ജേണൽ എൻട്രികൾ പഠിക്കാം. ദി ഫസ്റ്റ് എൻട്രി ഈസ് വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ഹയർ പർച്ചേസ്. ദി എൻട്രി ഈസ് ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ സെയിൽ. Hire purchaser account is debit because when goods are sold, hire purchaser is the receiver of those goods. Therefore, as per the rule, debit the receiver, hire purchaser account is debit. Now, when goods are sold, sales account is always credit. Here it is higher sales, so higher sales account is credit. സാധനങ്ങൾ വിൽക്കുമ്പോഴത്തെ എൻട്രിയാണ് ആദ്യത്തേത്. സാധനങ്ങൾ വിൽക്കുമ്പോൾ ഹയർ പർച്ചേസറാണ് സാധനങ്ങൾ റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് റിസീവറെ ഡെബിറ്റ് ചെയ്യുക എന്നുള്ള റൂൾ വെച്ച് ഹയർ പർച്ചേസറെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി സാധനങ്ങൾ വിൽക്കുമ്പോൾ എപ്പോഴും സെയിൽസ് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇത് ഹയർ സെയിൽസ് ആയതുകൊണ്ട് ഹയർ സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സാധനങ്ങളുടെ ക്യാഷ് പ്രൈസ് വെച്ചാണ് എൻട്രി എഴുതുന്നത്. Now the second entry is for cash received on delivery. That is when the down payment is received. The entry is cash or bank account debtor to hire purchaser. Because when down payment is received, cash comes in. Therefore, as per the rule, debit what comes in, cash account is debit. Now, when the hire vendor receives the cash, hire purchaser is the giver of that cash. Therefore, as per the rule, credit the giver, hire purchaser account is credit. ഡൗൺ പേയ്മെൻറ്റ് കിട്ടുമ്പോഴത്തെ എൻട്രിയാണ് രണ്ടാമത്തേത്. ഡൗൺ പേയ്മെൻറ്റ് കിട്ടുമ്പോൾ ക്യാഷ് വരുന്നു, അതുകൊണ്ട് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക എന്നുള്ള റൂൾ വെച്ച് ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് വെൻഡർക്ക് ക്യാഷ് കിട്ടുമ്പോൾ ആ ക്യാഷ് കൊടുക്കുന്ന ആൾ ഹയർ പർച്ചേസറാണ്. അതുകൊണ്ട് കൊടുക്കുന്ന ആളിനെ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള റൂൾ വെച്ച് ഹയർ പർച്ചേസറെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. Now the third entry is for interest due on installment at the end of the year. The entry is hire purchaser account debtor to interest. Because when the interest become due to receive, from hire purchaser it becomes due to receive. Therefore, hire purchaser account is debit and interest is an income to the hire vendor. Therefore, interest account is credit. As per the rule, credit all incomes and gains. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോഴത്തെ എൻട്രിയാണ് അടുത്തത്. ഇൻട്രസ്റ്റ് ആരുടെ കയ്യിൽ നിന്നാണോ ഡ്യൂ ആകുന്നത്, ഹയർ പർച്ചേസറുടെ കയ്യിൽ നിന്നാണ് ഡ്യൂ ആകുന്നത്, അതുകൊണ്ട് ഹയർ പർച്ചേസറെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ഇൻട്രസ്റ്റ് ഹയർ വെൻഡർക്കൊരു ഇൻകമാണ്, അതുകൊണ്ട് ഇൻകംസിനെ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള റൂൾ വെച്ച് ഇൻട്രസ്റ്റിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. Now the next entry is for receipt of the amount of installment. The entry is cash or bank account debtor to hire purchaser. Because when installment is received, cash comes into the bank account, and when cash is received, hire purchaser is the giver of that cash. Therefore, as per the rule, credit the giver, hire purchaser account is credit. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്ന എൻട്രിയാണ് അടുത്തത്. ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുമ്പോൾ ക്യാഷ് വരുന്നു എന്നതുകൊണ്ട് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക എന്നുള്ള റൂൾ വെച്ച് ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് വെൻഡർക്ക് ക്യാഷ് കിട്ടുമ്പോൾ ഹയർ പർച്ചേസറാണ് ആ ക്യാഷ് കൊടുക്കുന്ന ആൾ. അപ്പോൾ കൊടുക്കുന്ന ആളിനെ ഗിവറെ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള റൂൾ വെച്ച് ഹയർ പർച്ചേസർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. Now the next entry is for transferring interest to profit and loss account. The entry is interest account debtor to profit and loss account. Because interest is an income, therefore it is to come on the credit side of the profit and loss account, and therefore the entry is interest account debtor to profit and loss account. ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന എൻട്രിയാണ് അടുത്തത്. ഇൻട്രസ്റ്റ് ഒരു ഇൻകം ആണ്, അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് അത് വരേണ്ടത്. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതുന്നത്. Now the last entry is for transferring higher sales to trading account. The entry is higher sales account debtor to trading account. Because sales shall come on the credit side of the trading account, in a way the entry is written higher sales account debtor to trading account. ഹയർ സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന എൻട്രിയാണ് അവസാനത്തേത്. സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരണം, അതുകൊണ്ട് ആണ് ഹയർ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതുന്നത്. ഇനി ഈ ട്രാൻസാക്ഷൻസിൽ ആദ്യ രണ്ട് ട്രാൻസാക്ഷൻസും അവസാനത്തേതും ഫസ്റ്റ് ഇയറിൽ മാത്രം നടക്കുന്നവയാണ്.
അതുകൊണ്ട് ആ എൻട്രികൾ ഫസ്റ്റ് ഇയറിൽ മാത്രമേ എഴുതുകയുള്ളൂ. 3, 4, 5 എൻട്രികൾ അടുത്ത വർഷങ്ങളിലും ആവർത്തിക്കുന്നു. ഇനി നമുക്ക് ഹയർ വെൻറ്ററുടെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ടുകൾ പഠിക്കാം. ഇവിടെയും ജേണൽ കൂടാതെ എളുപ്പത്തിൽ എങ്ങനെ ലെഡ്ജർ അക്കൗണ്ടുകൾ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. വെൻറ്ററുടെ ബുക്കിൽ ആദ്യം വരുന്ന അക്കൗണ്ട് ഹയർ പർച്ചേസറുടെ പേരിലുള്ള അക്കൗണ്ടാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വെൻറ്റർക്ക് ഹയർ പർച്ചേസറുടെ പക്കൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ടുകൾ ഡെബിറ്റ് ചെയ്യുന്നു, കിട്ടുന്ന എമൗണ്ടുകൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഫസ്റ്റ് ഇയറിൽ കിട്ടാനുള്ള എമൗണ്ടുകൾ അസറ്റിൻ്റെ ക്യാഷ് പ്രൈസും ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റുമാണ്. അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് ഹയർ സെയിൽസ് എന്ന് എഴുതി ഡെബിറ്റ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ടു ഇൻട്രസ്റ്റ് എന്ന് എഴുതി ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി കിട്ടുന്നത് ഡൗൺ പേയ്മെൻറ്റും ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റുമാണ്. അവ ബൈ ബാങ്ക് എന്നെഴുതി ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു, ബാലൻസ് ക്യാരി ഡൗൺ ബ്രോഡ് ഡൗൺ. അടുത്ത വർഷങ്ങളിലും കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്യുന്നു. ഇനി കിട്ടുന്ന ഇൻസ്റ്റാൾമെൻറ്റുകൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. വെൻറ്ററുടെ ബുക്കിലെ അടുത്ത അക്കൗണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ടാണ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓരോ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നു. അത് ആരുടെ പക്കൽ നിന്നാണ് കിട്ടുന്നത് ആ ഹയർ പർച്ചേസറുടെ പേര് വെച്ച് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇനി ഹയർ പർച്ചേസ് അക്കൗണ്ട്സിൽ ജേണൽ എഴുതി തുടങ്ങുന്നതിന് മുൻപ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് നാം ചെയ്യാറുണ്ട്. അത് ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കൂടാതെ തന്നെ നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓരോ വർഷവും കൊടുക്കാനുള്ള എമൗണ്ടിനാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യ വർഷം കൊടുക്കാനുള്ളത് അസറ്റിൻ്റെ ക്യാഷ് പ്രൈസിൽ നിന്ന് ആദ്യം കൊടുക്കുന്ന ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് ബാക്കിയുള്ളതാണ്. ആ എമൗണ്ടിനാണ് ആദ്യത്തെ വർഷത്തെ പലിശ കണക്കാക്കുന്നത്. ഇനി ആദ്യ വർഷം കൊടുക്കാനുണ്ടായിരുന്ന എമൗണ്ടിൽ നിന്ന് ആദ്യ വർഷം കൊടുത്തതിലെ ക്യാഷ് വാല്യൂ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മുതൽ കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് രണ്ടാമത്തെ വർഷം കൊടുക്കാനുള്ള എമൗണ്ട്. ആ എമൗണ്ടിനാണ് രണ്ടാമത്തെ വർഷത്തെ പലിശ കണക്കാക്കുന്നത്. ഇങ്ങനെ ഓരോ വർഷവും കൊടുക്കാനുണ്ടായിരുന്ന എമൗണ്ടിൽ നിന്ന് ആ വർഷം കൊടുക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിലെ ക്യാഷ് വാല്യൂ മാത്രം കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിനാണ് അടുത്ത വർഷങ്ങളിലെ പലിശ കണക്കാക്കുന്നത്. ഇനി ഹയർ പർച്ചേസ് അക്കൗണ്ട്സിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് ഫിക്സ്ഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അസറ്റിൻ്റെ ക്യാഷ് പ്രൈസിൻ്റെ പറഞ്ഞിട്ടുള്ള നിശ്ചിത പെർസെൻറ്റേജ് ആയിരിക്കും എല്ലാ വർഷവും ഡിപ്രീസിയേഷനായി ചാർജ് ചെയ്യുന്നത്. ഇനി ഡിമിനിഷിംഗ് ബാലൻസ് അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ളെങ്കിൽ അസറ്റിൻ്റെ ക്യാഷ് പ്രൈസിൻ്റെ പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് ആയിരിക്കും ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ അസറ്റിൻ്റെ ക്യാഷ് പ്രൈസിൽ നിന്ന് ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ബാക്കിയുള്ള അസറ്റിൻ്റെ വാല്യൂവിനായിരിക്കും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ അസറ്റിൻ്റെ ക്യാഷ് പ്രൈസിൽ നിന്ന് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ഡിപ്രീസിയേഷനുകൾ കുറച്ചിട്ട് ബാക്കിയുള്ള വാല്യൂവിനായിരിക്കും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.